ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 11 വരെ. ശിനാർ രാജാവായ അമ്രാഫിൽ, എലാസർ രാജാവായ അര്യോക്, ഏലാം രാജാവായ കെദൊർലായോമോർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമോറ രാജാവായ ബിർശ, അദ്മാര രാജാവായ ശിനാബ്, സെബോയീം രാജാവായ ശെമേബെർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിത്തീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദൊർലായോമോരിന് കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കെദൊർലായോമോരും അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്നു. അസ്തരോത്ത് കർണ്ണയീമിലെ രഫായികളെയും, ഹാമിലെ സൂസ്യരെയും, ശാവേകിര്യാത്തയീമിലെ ഏമ്യരെയും, സേയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിശ്പാത്തിൽ വന്ന് അമാലേക്യരുടെ ദേശമൊക്കെയും ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പോൾ സോദോം രാജാവും ഗൊമോറ രാജാവും അദ്മാ രാജാവും സെബോയീം രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദൊർലായോമർ, ജാതികളുടെ രാജാവായ തീദാൽ, ശിനാർ രാജാവായ അമ്രാഫിൽ, എലാസർ രാജാവായ അര്യോക് എന്നിവരുടെ നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗൊമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണസാധനങ്ങളുമെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.